എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ സാരഡ അവളാണെങ്കിൽ ദൂരത്തായി എന്തോ ഒരു കാഴ്ച അങ്ങനെ ആസ്വദിച്ച് കാണുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് അവൾ കാണുന്ന കാഴ്ച അതെന്താണെന്ന് കാണിക്കും. നമ്മുടെ കഥാനായകൻ ബൊറൂട്ടോ പെയിന്റ് ഒക്കെ വെച്ച് അവന്റെ അച്ഛൻ നറൂട്ടോയുടെ പ്രതിമയിൽ ഇഡിയറ്റ് എന്ന് കാര്യമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ഷിക്കടയെ കാണിക്കും. ഷിക്കടയ്ക്കാണെങ്കിൽ അവന്റെ അച്ഛൻ ഷിക്കമരു ആഡോ ജിപ്സുവിന്റെ 18ാമത്തെയും 19ാമത്തെ അടവൊക്കെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും അവരും ദൂരത്തായിട്ട് നമ്മുടെ ബൊറൂട്ടോ ചെയ്യുന്ന കുത്സിത പ്രവർത്തികൾ കറക്റ്റായിട്ട് കാണുക. വേറൊരു ഭാഗത്ത് റോക്ലി അവനാണെങ്കിൽ മെറ്റലിലേക്ക് ട്രെയിനിങ് കൊടുക്കും. സായി ആണെങ്കിൽ ഈനോജിന് ഒരുപാട് സ്ക്രോളുകളൊക്കെ നിരത്തി വെച്ച് ട്രെയിനിങ് കൊടുത്തുകൊണ്ടേയിരിക്കും. ഇവിടെ ബൊറൂട്ടോ ആണെങ്കിൽ വരയൊക്കെ കഴിഞ്ഞ് അങ്ങനെ തിരിഞ്ഞു നിൽക്കുമ്പോഴായിരിക്കും സാക്ഷാൽ നറൂട്ടോ അവിടേക്ക് ചാടി വീണ് ബൊറൂട്ടോയെ പിടിച്ചു വലിക്കുക. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യും, ഞാൻ നിന്റെ പപ്പയല്ലേന്ന് ചോദിച്ച് അവനെ ഇടിക്കാൻ നോക്കും. പക്ഷെ അത് റിയൽ ബൊറൂട്ടോ അല്ല, ബൊറൂട്ടോയുടെ ഒരു ക്ലൗൺ മാത്രമാണ്. ദൂരെ നിന്ന് റിയൽ ബൊറൂട്ടോ അവിടുന്ന് ഓടി രക്ഷപ്പെടും. നറൂട്ടോ അവന്റെ പിന്നാലെ ഓടുമെങ്കിലും ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ബൊറൂട്ടോ രക്ഷപ്പെട്ട് മറഡയുടെ തൊട്ട് മുൻപിലെത്തും. അവൻ അവളോട് പറയും, ദയവ് ചെയ്ത് നീ ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കരുത്, എനിക്ക് എന്റെ പപ്പയെ പറ്റിക്കണമെന്ന് പറഞ്ഞ് ഡ്രൈനേജിന്റെ കുഴിക്കുള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. അടുത്ത സെക്കൻഡ് നറൂട്ടോ അവൻ അവിടേക്ക് എത്തി ബൊറൂട്ടോയെ കണ്ടോ എന്ന് സാരഡയോട് ചോദിക്കും. അവൾ തല താഴ്ത്തി നറൂട്ടോട് പറയും ഇല്ല. അത് കേട്ട് നറൂട്ടോ അവൻ മുൻപോട്ടോടും. ഉടനെ ബൊറൂട്ടോ അവൻ പുറത്തു വന്ന് സാരഡയോട് താങ്ക്സ് പറയും. ഉടനെ സാരഡ, നിനക്ക് ആക്ച്വലി നിന്റെ അച്ഛന്റെ ഫോക്കസ് കിട്ടണം, അതിനുവേണ്ടിയല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ, എനിക്കത് കറക്റ്റായിട്ട് മനസ്സിലായെന്ന് പറയുമ്പോൾ ബൊറൂട്ടോ അവൻ ചിരിക്കാൻ തുടങ്ങും. അതിനുശേഷം അവിടുന്ന് വീണ്ടും രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുമ്പോഴായിരിക്കും അവനെ കൊണ്ട് അനങ്ങാൻ കഴിയുന്നില്ല എന്ന കാര്യം അവൻ മനസ്സിലാക്കുക. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത സാക്ഷാൽ ഷിക്കമരു അവനിപ്പോ അവന്റെ ഷാഡോ ജിപ്സ് വെച്ച് ബൊറൂട്ടോയെ ലോക്ക് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. ഷിക്കമരുവെ കണ്ട് ഇപ്പൊ ബൊറൂട്ടോ ഷോക്കാവും. ഉടനെ ഷിക്കമരുവിന്റെ പുറകിലായി ഷിക്കടയും അങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഷിക്കമരു പറയും, ബൊറൂട്ടോ നീ നിന്റെ അച്ഛനെ ഇങ്ങനെ കഷ്ടപ്പെടുത്താനായിട്ട് പാടില്ല. നറൂട്ടോ അവന്റെ സേജ് പവറിലേക്ക് പോയ നിമിഷങ്ങൾ വെച്ച് നിന്നെ കണ്ടുപിടിക്കാൻ കഴിയും. അതിന് ബൊറൂട്ടോ പറയും, അച്ഛൻ ഒരിക്കലും എന്നെ മൈൻഡ് പോലും ചെയ്യാറില്ല, ഇപ്പൊ വന്നതുപോലും അച്ഛന്റെ ക്ലൗണാണ്, അച്ഛന് ഞങ്ങളെ കഴിഞ്ഞും വലുത് മറ്റു പലതുമാണെന്ന് പറയും. അത് കേട്ട് ഷിക്കമരു അവൻ ഷിക്കടയോട് പറയും, നീ പോയി നറൂട്ടോയുടെ ക്ലൗണിനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുപോവാ. അതിനവൻ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ആളുടെ അടുത്തേക്ക് പോകുന്നേ. അങ്ങനെ അവർ രണ്ടുപേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത സാറയുടെ ആണെങ്കിൽ ഇപ്പൊ ചോച്ചർ അടുത്ത് വന്ന് കാര്യമായിട്ട് സംസാരിക്കുകയാണ്. അപ്പൊ ദൂരത്തായി റോക്ലിയും മെറ്റലിയും അവർ രണ്ടുപേരും തലകുത്തി നടന്നു പോകുന്നത് അവൾ കാണും. സാറയുടെ ഒരു സെക്കൻഡ് അവളുടെ അച്ഛൻ സാസുകയെ കുറിച്ച് ആലോചിക്കും. എനിക്കും എൻ്റെ അച്ഛൻ്റെ കൂടെ കുറച്ചു നേരമെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യണം, പക്ഷെ എന്താ എനിക്കതിൻ്റെ ഭാഗ്യമില്ല. സാറയുടെ ചോച്ചയോട് പറയും, നീ ഫ്രീ ആണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോയാലോ. ഉടനെ ചോച്ചോ അവൾ ടെൻഷനായിട്ട്, ആക്ച്വലി ഞാനും പപ്പയും ട്രെയിനിങ് എടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു, സോ നമുക്ക് മറ്റൊരു ദിവസം പുറത്തേക്ക് പോയാൽ മതിയോന്ന് അവൾ ചോദിക്കും. അതിന് സാറയുടെ പറയും, ഓ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, പപ്പയുടെ കൂടെ പോയി നന്നായിട്ട് ട്രെയിനിങ് എടുക്ക്, എക്സാം അല്ലേ വരുന്നത്, നിനക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയും. അത് ചോച്ചോയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. ഓ എന്റെ ക്ലാനിലുള്ളവരോട് നിനക്ക് പുച്ഛമാണല്ലേ, നീ ഉച്ചയാ ക്ലാൻ ആയതുകൊണ്ട് എല്ലാം വളരെ പെട്ടെന്ന് പഠിക്കുമെന്നാണോ നിന്റെ വിചാരം, എനിക്കും നിന്നെ പോലെ നല്ല കഴിവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അവൾ തള്ളി മറിക്കുമ്പോഴായിരിക്കും സാക്ഷാൽ ചോച്ചോ ആളവിടേക്ക് വരിക. ചോച്ചോ ആണെങ്കിൽ അവളുടെ പപ്പ എത്ര വിളിച്ചിട്ടും മൈൻഡ് പോലും ചെയ്യാതിരിക്കും. അപ്പോഴായിരിക്കും സാറട ചോച്ചിയുടെ കയ്യിലും ഒരു ചിപ്സ് പാക്കറ്റ് കാണുക. അവൾ ചോദിക്കും, ഓ നിന്റെ പപ്പയും നിന്നെപ്പോലെ തന്നെ ചിപ്സ് തിന്നുമല്ലേ. ഉടനെ ചോച്ചോ അവൾക്ക് അവളുടെ ദേഷ്യം കൂടി വരും. അതെ, ഞാൻ എൻ്റെ അച്ഛനെ പോലെ തന്നെയാണ്, നീയും നിന്റെ അച്ഛനെ പോലെ തന്നെയല്ലേ ചോദിക്കുമ്പോ അതിന് സാറട അവള് പറയും, എനിക്കെൻ്റെ അച്ഛനെ ഓർമ്മയില്ല, എനിക്ക് ഓർമ്മയുള്ള പ്രായത്തിൽ പോലും ഞാൻ എൻ്റെ അച്ഛനെ ഒരു നോക്ക് കണ്ടിട്ടില്ല. അവൾ അത്രയും പറഞ്ഞ് ഒരുപാട് വിഷമത്തില് ഇപ്പൊ വീട്ടിലേക്ക് വരും. അതിനുശേഷം അവൾ അച്ഛനും അമ്മയും അവളുമുള്ള ആ ഒരു ഫോട്ടോ ഫ്രെയിം നോക്കി നിൽക്കുകയാണ്. അവരൊരുമിച്ച് നിൽക്കുന്ന ഒരു ഫാമിലി ഫോട്ടോ പോലും ആ വീട്ടിലെന്നില്ല. തന്നെ അവൾക്ക് കണ്ണിൽ വല്ലാതെ വേദന എടുക്കാൻ തുടങ്ങും. അവൾ കരയും. ആ ശബ്ദം കേട്ട് സാക്കുറ ഓടി വന്ന് അവളുടെ കണ്ണ് ചെക്ക് ചെയ്യും. സാക്കുറ ചോദിക്കും, നിനക്ക് ഹോസ്പിറ്റലിൽ പോണോ? ഒരു പക്ഷേ സ്പെക്സിന്റെ പവർ അത് കുറഞ്ഞതായിരിക്കും, നമുക്ക് ഹോസ്പിറ്റലിൽ പോയി അത് ചേഞ്ച് ചെയ്യാം. ആരുടെ ക്യാഷ്വലായിട്ട് പറയും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാനിപ്പോ ഓക്കെയാണ്. അതിനുശേഷം അവർ രണ്ടുപേരും ഇപ്പൊ ഫുഡ് കഴിക്കുകയാണ്. സാറുടെ ആണെങ്കിൽ സാസുകയെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ അവളോട് ചോദിക്കും. അച്ഛൻ എന്നെ പോലെയാണോ കാണാൻ, അച്ഛനും ഇതുപോലെ കണ്ണാടി വെക്കോ, അച്ഛൻ എപ്പോഴാ എന്നെ കാണാൻ വരിക എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. സാക്കുറയ്ക്കാണെങ്കിൽ അതിനൊന്നും മറുപടി പറയാൻ ഉണ്ടാവില്ല. ഉടനെ സാറട
അവൾക്കാണെങ്കിൽ ഇപ്പൊ ടെൻഷൻ കയറി വരും. അവൾ ദേഷ്യപ്പെട്ട് ചോദിക്കും, ഞാൻ ഒരുപാട് കാലങ്ങളായി എന്റെ അച്ഛനെ കുറിച്ച് ചോദിക്കുന്നു. പക്ഷെ അപ്പോഴൊക്കെ അമ്മ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. സാക്കുറയ്ക്കാണെങ്കിൽ അവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നറിയില്ല. ഉടനെ ഫുൾ കലിപ്പില് സാറയുടെ ലൈബ്രറിയിലേക്ക് പോയി അവിടെയുള്ള ബുക്സ് ഒക്കെ എടുത്ത് വായിക്കാൻ തുടങ്ങും. അതിൽ പ്രധാനമായിട്ടും അവൾ ഉച്ചയാ ക്ലാനിലുള്ളവരെ കുറിച്ചായിരിക്കും വായിച്ചു മനസ്സിലാക്കുക. അതിൽ തന്നെ ഷെരീംഗം പവറിനെ കുറിച്ചുള്ള കാര്യം അത് അവൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ഒരുപാട് ഫോക്കസ് ചെയ്ത് അത് വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ വായിച്ച് പുസ്തകത്തിന്റെ അവസാനം ഉച്ചയാ ക്ലാനിൽ ജീവിച്ചിരിക്കുന്ന രണ്ട് പേരുടെ പേര് അതവള് വായിക്കും. അതിലൊന്ന് സാസുക, മറ്റൊന്ന് സാറഡ. അതിനുശേഷം അവൾ ഒരു കമ്പ്യൂട്ടർ ലാബിലേക്ക് വന്ന് അവിടെ നിന്ന് സാസുകയെ കുറിച്ചുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുമോ ചെക്ക് ചെയ്യും. ഉടനെ ആളാണെങ്കിൽ കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്ത് അവളോട് പറയും, ഈ ഡാറ്റ മുഴുവൻ റെസ്ട്രിക്റ്റഡ് ആണ്, ആരെക്കൊണ്ടും ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിയില്ല. അവൾ വീണ്ടും ഒത്തിരി വിഷമത്തില് അതൊക്കെ കേട്ട് തിരികെ വീട്ടിലേക്ക് എത്തും. എന്നിട്ട് സാക്കുരയോട് വീണ്ടും ഓരോരോ കാര്യങ്ങളായിട്ട് കുത്തി ചോദിക്കും, അച്ഛൻ എവിടെയാണ്, ഇത്രയും നാൾ എന്ത് ചെയ്യായിരുന്നു, എന്തുകൊണ്ടാണ് ഇവിടേക്ക് വരാത്തത് എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. സാക്കുരയാണെങ്കിൽ അതിനൊന്നും വ്യക്തമായ ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരിക്കും. സാറടയ്ക്കാണെങ്കിൽ അവളുടെ കലി അത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. സത്യത്തിൽ നിങ്ങൾ അച്ഛന്റെ വൈഫ് തന്നെയാണോ? ആ ചോദ്യം കേട്ട് ഇപ്പൊ സാക്കുര ഷോക്കാവും. നീ എന്താ ഇപ്പൊ എന്നോട് അങ്ങനെ ചോദിച്ചേ? അതിനവള് പറയും, ഞാൻ അച്ഛനെ കുറിച്ച് എപ്പോ എന്തൊക്കെ ചോദിച്ചാലും അമ്മ ഒരിക്കൽ പോലും എനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി പോലും തന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. സത്യം പറയ്, എന്റെ അച്ഛനും നിങ്ങളും തമ്മില് എന്താ ബന്ധം? അത് കേട്ട് സാക്കുറ അവള് കൈ ചുരുട്ടി നിലത്തൊരൊറ്റ ഇടി. ആ ഒരു ഇടിയില് അവിടെ മുഴുവൻ തകർന്നു പോവും. അവരുടെ ആണെങ്കിൽ അത് കണ്ട് പേടിച്ചു പോവും. ഉടനെ സാക്കുറ അവളോട് പറയും, റിയലി സോറി, ഞാൻ പെട്ടെന്ന് ടെൻഷനായി പോയി, നീ എന്നോട് ക്ഷമിക്കണം. സാറടയ്ക്കാണെങ്കിൽ അവളുടെ വിഷമം സഹിക്കാൻ കഴിയില്ല. അവൾ പൊട്ടിക്കരയും. എനിക്ക് ഉറപ്പുണ്ട് പപ്പ നമ്മളെ മറന്നിട്ടുണ്ടാവും. അമ്മ ഇപ്പോഴും പപ്പയെ അന്ധമായിട്ട് വിശ്വസിക്കുകയാണ്. അതിൽ സാക്കുറ പറയും, ഒരിക്കലുമില്ല, ഓൾറെഡി എന്റെയും നിന്റെ പപ്പ സാസുകയുടെ മൈൻഡ് കണക്റ്റഡ് ആണ്. സോ എനിക്ക് അദ്ദേഹം എത്ര ദൂരത്താണെങ്കിലും അദ്ദേഹത്തെ മനസ്സിലാക്കാൻ കഴിയും എന്നവൾ പറയുമ്പോഴേക്കും സാക്കുറ നേരത്തെ ഇടിച്ച ആ ഒരു ഇടിയുടെ പവറിൽ അവരുടെ വീട് അതങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീഴും. അത് കാണേണ്ട താമസം ഇപ്പൊ സാക്കുറ അവള് ബോധം കെട്ട് താഴെ വീഴും. കട്ട് ചെയ്ത അടുത്ത സീനില് ഇപ്പൊ ഈനോ അവിടേക്ക് വന്ന് സാക്കുറയെ ചെക്ക് ചെയ്യും. ഈനോ പറയും, സാറടാ നീ പേടിക്കേണ്ട ആവശ്യമില്ല, സാക്കുറ ചെറുതായിട്ട് ഒന്ന് ബോധം കെട്ട് പോയതാണ്, ഞാൻ എത്രയും പെട്ടെന്ന് ഇവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്, നീയും അവിടേക്ക് വരണം. അതിനുശേഷം സാറട അവളാണെങ്കിൽ ആ ഇടിഞ്ഞു വീണ വീടിന്റെ ഇടയിലൂടെ അങ്ങനെ നടക്കുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് ആ ഫോട്ടോ ഫ്രെയിം തകർന്നു കിടക്കുന്ന അവൾ കാണും. അവളുടനെ ആ ഫ്രെയിമിലുള്ള അവളുടെ അച്ഛന്റെ ഫോട്ടോ അത് പുറത്തേക്ക് എടുക്കുമ്പോഴായിരിക്കും അതൊരു ഗ്രൂപ്പ് ഫോട്ടോ ആണെന്ന് അവൾ മനസ്സിലാക്കുക. കരീൻ, സുഗട്സു, ജൂഗോ അങ്ങനെ എല്ലാവരും ഉള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോ. അതിൽ കരീന്റെ രൂപം കണ്ട് അവൾ ഷോക്കാവും. കാരണം കരീനും അവളെപ്പോലെ തന്നെയാണ്. മാത്രമല്ല കരീനും സ്പെക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു പക്ഷേ ഇതായിരിക്കുമോ എന്റെ റിയൽ അമ്മ? അവളുടനെ ആ ഫോട്ടോയായിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് വരും. അതിനുശേഷം അസിസ്റ്റന്റ് ചേച്ചിക്ക് ആ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കും. സാറയുടെ അസിസ്റ്റന്റ് ചേച്ചിയുടെ കയ്യിൽ പിടിച്ച് ചോദിക്കും, ദയവ് ചെയ്ത് എന്നോട് സത്യം പറയണം, ഞാൻ സത്യത്തില് സാക്കുറയുടെ തന്നെ മകളാണോ? അതിന് ഷിസുൻ അവൾ ഷോക്കായിട്ട് ചോദിക്കും, നിനക്ക് എന്തു പറ്റി, എന്താ ഉണ്ടായേ, എന്താ ഇപ്പോ ഇങ്ങനെ ഒരു ചോദ്യം? നിനക്കതില് 1% പോലും സംശയം വേണ്ട, നീ നിന്റെ അമ്മ സാക്കുറയുടെ തന്നെ മകളാണ്. സാറടാ അവളാണെങ്കിൽ കരീന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. ആക്ച്വലി എന്നെ കാണാൻ ഇവളെപ്പോലെ തന്നെ ഇല്ലേ, ഇവൾ ഉപയോഗിച്ചിരിക്കുന്ന അതുപോലത്തെ തന്നെ കണ്ണാടിയാണ് ഞാനും വെച്ചിരിക്കുന്നത്. ഞാൻ ഏത് ഹോസ്പിറ്റലിലാണ് ജനിച്ചതെന്ന് നിങ്ങൾക്കറിയോ? അതിന് അസിസ്റ്റന്റ് ചേച്ചി പറയും, ഇല്ല. സാറടാ അവളുടെ ഹാർട്ട് ബീറ്റ് ആണെങ്കിൽ കൂടാനായിട്ട് തുടങ്ങും. ഞാൻ ഒരുപാട് ഹോസ്പിറ്റലിൽ അന്വേഷിച്ചു, ഇവിടെ എവിടെയും സാക്കുറ എന്നെ പ്രസവിച്ചതായിട്ട് യാതൊരു ഡീറ്റെയിൽസും ഇല്ല. അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടുകളാണ് എന്നെ ഇങ്ങനെ ഒരു ചോദ്യത്തിലേക്ക് ഇപ്പൊ കൊണ്ടുവന്ന് എത്തിച്ചത്. ഉടനെ സാറട അവൾ അവിടുന്ന് എഴുന്നേറ്റ് അടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്ക് വരും. അവിടെയാണെങ്കിൽ ചോച്ചോയും അവളുടെ ഫാമിലിയൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കുകയാണ്. ചോച്ചോ അവളുടെ പപ്പയോട് ദേഷ്യപ്പെട്ട് ഫുൾ കലിപ്പില് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോഴായിരിക്കും ഒരു ടേബിളിലിരിക്കുന്ന സാറടയെ കാണുക. അവളെ കണ്ട് ഹാപ്പി ആയിട്ട് ചോച്ചോ അവളുടെ അടുത്തേക്ക് വരും. ചോച്ചോ ഒരുപാട് ദേഷ്യത്തില് ഇപ്പൊ അവളോട് പറയും, എനിക്ക് എന്റെ പാരൻസിനെ ഒട്ടും ഇഷ്ടമല്ല. പണ്ട് ചെറുപ്പത്തില് എനിക്ക് നല്ല പനി വന്നപ്പോ വളരെ ഹാൻസം ആയിട്ടുള്ള ഒരാള് എന്റെ നെറ്റിയില് മരുന്നൊക്കെ വെച്ച് തന്നു. എനിക്ക് തോന്നുന്നത് അദ്ദേഹമാണ് എന്റെ പപ്പ എന്നാണ്. അപ്പോഴായിരിക്കും അവരുടെ ഡിസ്കഷൻ കേട്ട് മെയ്റ്റ്സിക്ക് അവിടേക്ക് വരിക. മെയ്റ്റ്സിക്ക് പറയും, കൊച്ചോ നീ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു, അതൊക്കെ ആക്ച്വലി നിന്റെ വെറും തോന്നൽ മാത്രമാണ്. ചെറുപ്പത്തിൽ സുഖമില്ലാതെ കിടക്കുമ്പോൾ നമുക്കങ്ങനെ പല കാര്യങ്ങളും തോന്നും, അതൊന്നും അത്ര വലിയ കാര്യമാക്കി എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ചോച്ചോയ്ക്കാണെങ്കിൽ
അത് തീരെ ഇഷ്ടാവാതെ ഇപ്പൊ അവനോട് ദേഷ്യപ്പെടാനായിട്ട് ആരംഭിക്കും. ചോച്ച ഉടനെ ഇപ്പൊ സാറടയോട് പറയും, എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ റിയൽ പാരന്റ്സിനെ കണ്ടെത്തണം. നിനക്കതിന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയോ? ഉടനെ സാറട അവളാണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. എനിക്കും എന്റെ യഥാർത്ഥ അച്ഛനെ അമ്മയെ കണ്ടുപിടിക്കണം. അച്ഛൻ സാസുകയാണെന്ന് എനിക്ക് ഉറപ്പാണ്. അച്ഛൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് എന്റെ അമ്മ ആരാണെന്ന് എനിക്കറിയണം. അച്ഛൻ എവിടെയാണെന്ന് അറിയാവുന്ന ഒരേ ഒരാൾ അത് നറൂട്ടോ ആണ്. സോ ആദ്യം ഞാൻ നറൂട്ടോയെ പോയി മീറ്റ് ചെയ്യണം. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ സാസുക അവൻ ഏതോ ഒരു പോർട്ടലിലൂടെ പുറത്തേക്ക് വരികയാണ്. ഒരു സൈഡ് റെനീങ്കം പവർ, മറ്റൊരു സൈഡില് ഷെരീങ്കം പവർ. അപ്പൊ അവന്റെ തൊട്ടുപുറകില് ആരോ ഒരാള് ചാടി വീണ് അവൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോഡ്.